ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചനാദാൽ അല്ലെങ്കിൽ പരിപ്പ് വെച്ചിട്ടുള്ള പേടിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പശുമ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പാണ്. 1 കപ്പ് പരിപ്പ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. ഇത് നമുക്കിനി ചൂടായേക്കണ പാലിലേക്ക് ഈ പരിപ്പ് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തെടുക്കാം. പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും പരിപ്പിൽ വെള്ളമൊന്നും ഇട്ട് കൊടുക്കരുത്. പരിപ്പ് മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരിപ്പ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂർ കുതിർത്തിയെടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ സമയം നമുക്ക് കുതിർത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ നന്നായിട്ട് കുതിർത്തിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വേകാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ പരിപ്പെല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതിനുശേഷം ചെറിയ തീ കിടന്ന് ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടാനും പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്കിതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പരിപ്പ് വേവിച്ചെടുക്കണം. പാല് വറ്റി വരുന്നവരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ അരികിലുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാൽക്കട്ടി എല്ലാം ഇതിൻ്റെ അരികിൽ നിന്ന് എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പരിപ്പ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ നമുക്ക് തരി ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ എടുത്ത പാനിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ അരക്കുന്ന സമയത്ത് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് മിൽക്ക് പേടയുടെ ടെക്സ്ചറിൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കുക. അതുകൊണ്ടിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മധുരം നോക്കിയ ശേഷം കുറച്ച് പഞ്ചസാര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് കൈ എടുക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഞാൻ 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 ടീസ്പൂൺ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കട്ടിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ടോട്ടൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യും ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ പാനുമേന്ന് വിട്ടു പോരണ വരേക്കും നമ്മളത് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകമാവുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ പേട റെഡിയായി വന്നിട്ടുണ്ട്. പാനുമേന്നൊക്കെ വിട്ടു പോരുന്ന പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പേടയുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് പേടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി നമുക്കിത് ചൂടാറുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പരിപ്പ് വെച്ചിട്ടുള്ള പേടയാണെന്ന് പറയുകയില്ല, അത്രയ്ക്ക് നല്ല കിടിലൻ ടേസ്റ്റാണ് ഈ പേടക്ക്. ഇപ്പം നമ്മുടെ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.